പുല്ലൂർ വണ്ണാർവയൽ പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തെ ഹരിത ഗ്രന്ഥാലയമായി പ്രഖ്യാപിച്ചു. പറവകൾക്ക് ഒരു കുമ്പിൾ വെള്ളം ക്യാമ്പയിനും തുടക്കമായി. പുല്ലൂർ വണ്ണാർവയൽ പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ ഗ്രന്ഥശാലാ സംഘത്തിന്റെ ആഹ്വാനപ്രകാരം ഹരിത ഗ്രന്ഥാലയമായി പ്രഖ്യാപിച്ചു. ഗ്രന്ഥാലയത്തെ പ്രകൃതി സൗഹൃദമാക്കി നിലനിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. കവി വിനു വേലാശ്വരം ഹരിത ഗ്രന്ഥാലയ പ്രഖ്യാപനം നടത്തി. ഈ എഴുത്ത് മരണത്തിനെ കുറിച്ചുള്ള എഴുത്തായിട്ട് കാലങ്ങളുടെ നന്മാരും ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെയാണ് നന്മാരും പ്രവർത്തകർ പുസ്തകങ്ങളായിട്ട് എത്തുന്നത്. എന്നിട്ട് ഞാൻ കൂട്ടായില്ല, കാരണം എനിക്കന്നും പുസ്തകങ്ങളെല്ലാം കിട്ടും. മധ്യയിൽ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. പിന്നെ ഹോസ്പിറ്റലാണ്. അവിടെ നിന്ന് ഡോക്ടർ എന്നെ മരുന്നിനെക്കാട്ടും എനിക്ക് ചോദ്യങ്ങളായി. ഡോക്ടർ എന്നോട് ചോദിച്ചു, നിതിൻ ഡോക്ടർ എന്നോട് സ്ഥിരം ചോദിച്ചു, നീ ഇത്ര കാലം കുറിച്ചു നിൻ്റെയൊക്കെ കുറിച്ച് ഒരാളെന്നും എൻ്റെ മുമ്പിൽ എന്നെ അന്വേഷിച്ച് ഫോണൊന്നും വിളിച്ചത്. അതാണ് എൻ്റെ ജീവിതത്തിലേക്ക് പിന്നെ ഒരു പുനർജീവനത്തിന് വഴിവെക്കുക. ജീവിതാനുഭവങ്ങളിൽ നിന്ന് എഴുതിയ കവിതകൾ വിനു അവതരിപ്പിച്ചു. വിനു വേലാശ്വരത്തിന്റെ പ്രഥമ കവിതാ സമാഹാരം വെയിൽ രൂപങ്ങൾ വാങ്ങാനും നിരവധി പേരാണ് എത്തിയത്. ചടങ്ങിൽ പരിസ്ഥിതി പ്രവർത്തകൻ പി കൃഷ്ണൻ, മാതൃകാ ക്ഷീര കർഷകൻ സുന്ദരൻ പുല്ലൂർ എന്നിവരെ ആദരിച്ചു. പത്മനാഭൻ പടിഞ്ഞാറെ വീട് അധ്യക്ഷനായി. തുടർന്ന് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വേനലിൽ പക്ഷികൾക്ക് ഒരു കുമ്പിൾ വെള്ളം ക്യാമ്പയിനും തുടക്കമായി. 100 വീടുകളിൽ പക്ഷികൾക്ക് വെള്ളം ലഭിക്കാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. പരിസ്ഥിതി പ്രവർത്തകൻ പി കൃഷ്ണൻ പക്ഷികൾക്ക് ഒരു കുമ്പിൾ വെള്ളം ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പരിസരത്തെ മാവൻ കൊമ്പിൽ പറവകൾക്ക് വെള്ളം ലഭിക്കാനുള്ള സൗകര്യമൊരുക്കിയതിൽ അദ്ദേഹം വെള്ളം നിറച്ചു. മാതൃകാ ക്ഷീര കർഷകൻ സുന്ദരൻ പുല്ലൂരും പറവകൾക്ക് കുമ്പിൾ വെള്ളം ദൗത്യത്തിൽ പങ്കാളിയായി. താലൂക്ക് യൂണിയൻ അംഗം രാജൻ വിഷ്ണുമംഗലം, അനിൽ പുളിക്കാൽ, മാടിക്കാൽ നാരായണൻ, സുനിൽ കുമാർ, EP ശ്രീധരൻ നമ്പ്യാർ, വനിതാവേദി പ്രസിഡന്റ് PV ശ്യാമള, സെക്രട്ടറി മഞ്ജു നാരായണൻ, ബീന രാജൻ, നിഷ കരിമ്പുവളപ്പിൽ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുല്ലൂർ.